വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് പ്രൈം ടൈം ന്യൂസ് തുടങ്ങുന്നത്. കരുവന്നൂരിൽ കുരങ്ങാൻ ഇനിയും ആരൊക്കെ? കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ PR അരവിന്ദാക്ഷനെ ED അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ നിന്നാണ് PR അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തും പണമിടപാടിലെ ഇടനിലക്കാരനുമായിരുന്നു അരവിന്ദാക്ഷൻ. കേസിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ അക്കൌണ്ടന്റ് ജിൽസും അറസ്റ്റിലായി. തുടർച്ചയായ 7 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് CPIM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ PR അരവിന്ദാക്ഷനെ ED അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തും പണമിടപാടിലെ ഇടനിലക്കാരനുമായിരുന്നു അരവിന്ദാക്ഷനെന്ന് ED പറയുന്നു. സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കരുവന്നൂരിലും തൃശൂർ സഹകരണ ബാങ്കിലും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് അരവിന്ദാക്ഷൻ സഹായിച്ചതായും ED കണ്ടെത്തിയിട്ടുണ്ട്. അരവിന്ദാക്ഷനും സതീഷിനുമായുള്ള ഫോൺ രേഖകൾ, സാമ്പത്തിക ഇടപാട് രേഖകൾ, ജിജോറിന്റെ മൊഴി എന്നിവ കൂടി അടിസ്ഥാനമാക്കിയാണ് അറസ്റ്റ്. അതേസമയം അറസ്റ്റ് വേട്ടയാടലെന്ന് അരവിന്ദാക്ഷൻ പ്രതികരിച്ചു. ഞാന് ഒരു കള്ളനും കൊലപാതകമൊന്നല്ല, ഞാനൊരു സ്ഥലത്തും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്ത് ഉണ്ടാക്കിയാലും ഇവര് കള്ളക്കേസാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഒരു തർക്കമില്ല. ഞാൻ ഈ രാജ്യത്ത് കള്ളനോ കൊലപാതകം ഒന്നുമല്ല. എന്നെ ഇവര് കള്ളക്കേസിൽ കൊടുക്കാണ്. ഇതിനിടെ കേസിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ അക്കൌണ്ടന്റ് ജിൽസും അറസ്റ്റിലായി. രാവിലെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി NV ബിനു, സതീഷിന്റെ ഭാര്യ ബിന്ദു എന്നിവരെയും ED ഇന്ന് ചോദ്യം ചെയ്തു. 24 കൊച്ചി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടി നേതാവ് PR അരവിന്ദാക്ഷൻ അറസ്റ്റിലായതോടെ CPIM പ്രതിരോധത്തിൽ. മുൻ മന്ത്രിയും MLAയുമായ AC മൊയ്തീൻ ED നിഴലിലാണ്. EDക്കെതിരായ നീക്കം CPIM ശക്തമാക്കുന്നതിനിടെയാണ് വടക്കാഞ്ചേരിയിലെ പ്രമുഖ നേതാവിന്റെ അറസ്റ്റ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ തലയൂരാനുള്ള നീക്കം CPIM ശക്തമാക്കുന്നതിനിടെ നേതാക്കളുടെ അറസ്റ്റും ചോദ്യം ചെയ്യലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രശ്നപരിഹാരത്തിനുള്ള നെട്ടോട്ടത്തിലാണ് CPIM. നിക്ഷേപകർക്ക് പണം നൽകുമെന്ന് CPIM ആവർത്തിക്കുന്നുണ്ട്. EDക്കെതിരെ വിമർശനം ശക്തമാക്കുകയും ചെയ്തു. അല്ല, അരവിന്ദാക്ഷനാണല്ലോ അദ്ദേഹത്തെ മർദ്ദിച്ച കാര്യം വിശദീകരിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രതികാരപരമായ നിലപാടാണ്. EDക്ക് കേന്ദ്ര ഏജൻസി എന്ന രീതിയിൽ പാർട്ടിയിലേക്ക് എത്താൻ വേണ്ടി ആരൊക്കെയാണോ അവർക്ക് ആവശ്യമുണ്ടാകുക അവരെല്ലാം എത്തിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു ന്യായമായ സമീപനമല്ല, തികച്ചും തെറ്റായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ വിഷയം വഷളാക്കിയത് നേതാക്കളാണെന്ന് കഴിഞ്ഞ ദിവസം CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു. CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ സമിതി സ്ഥിരം അധ്യക്ഷനുമായ PR അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തതോടെ AC മൊയ്തീനെയും കസ്റ്റഡിയിലെടുക്കുമോ എന്ന ആശങ്ക CPIM നേതാക്കൾക്കുണ്ട്. AC മൊയ്തീന്റെ വിശ്വസ്തനാണ് PR അരവിന്ദാക്ഷൻ. സഹകാരികളെ നേരിൽ കണ്ട് പാർട്ടി നിലപാട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് CPIM. പൊളിറ്റിക്കൽ ഡെസ്ക് 24. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയിലൊന്നാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്താതെ നീളുമ്പോഴാണ് EDയുടെ രംഗപ്രവേശം. 2021 ജൂലൈ 21 കരുവന്നൂർ ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത് ഈ ദിവസമാണ്. ഭരണസമിതി പിരിച്ചുവിട്ട് നടത്തിയ അന്വേഷണത്തിൽ CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി കേസ്. 300 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്ന ആദ്യ നിഗമനം. ഉന്നതതല കമ്മിറ്റി 219 കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി. CPIM മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ MV സുരേഷാണ് പരാതി നൽകിയത്. സഹകരണ വകുപ്പിന്റെ രണ്ടാം കണ്ടെത്തലിൽ 125.84 കോടിയാണ് ക്രമക്കേടെന്ന് കണ്ടെത്തി. ED കേസ് രജിസ്റ്റർ ചെയ്ത് ബാങ്കിലും ജീവനക്കാരുമടക്കമുള്ളവരുടെ വീടുകളിലും പരിശോധന നടത്തി. 5 പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. പിന്നാലെ സഹകരണ വകുപ്പ് 125.84 കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നുവെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു. ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകനും നിക്ഷേപത്തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധികയും മരിച്ചു. ബാങ്കിൽ 180 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നും മുൻ സഹകരണ മന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനാണ് വ്യാജ തട്ടിപ്പുകൾക്ക് പിന്നിലെന്നുമാണ് ED കണ്ടെത്തൽ. 24 തൃശൂർ. PMLA നിയമത്തിന് ഭരണഘടനാ സാധുത നൽകിയ വിധി സുപ്രീംകോടതിയുടെ 3-അംഗ ബെഞ്ച് പുനഃപരിശോധിക്കും. ജസ്റ്റിസ് SK കൗൾ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് EDയുടെ അധികാരങ്ങളുടെ സാധുത പുനഃപരിശോധിക്കുക.
പ്രതിക്ക് ECIR നൽകേണ്ടതില്ലെന്ന നിർദ്ദേശം അടക്കമാകും പുനഃപരിശോധിക്കുക. 2022 പുറപ്പെടുവിച്ച വിധിയിലാണ് പുനഃപരിശോധന. 2022 വിജയ് മദൻലാൽ ചൗധരി കേസിൽ PMLA ആക്ടിലെ എല്ലാ വ്യവസ്ഥകളും സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. ഈ വിധിക്കെതിരെ 2022 ഓഗസ്റ്റിലാണ് പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിക്കപ്പെട്ടത്. പുനഃപരിശോധനാ ഹർജികൾ ഫയലിൽ സ്വീകരിക്കവേ അന്നത്തെ ചീഫ് ജസ്റ്റിസ് NV രമണ പ്രഥമദൃഷ്ട്യാ വിധിയിലെ 2 ഘടകങ്ങൾ പുനഃപരിശോധിക്കേണ്ടതാണെന്ന് നിരീക്ഷിച്ചു. പ്രതി ചേർക്കപ്പെട്ടയാളിന് ECIR പകർപ്പ് നൽകേണ്ടതില്ല എന്ന വ്യവസ്ഥയാണ് ഒന്ന്. രണ്ടാമത്തേതാകട്ടെ പ്രതി ചേർക്കപ്പെട്ടയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ബാധ്യതയാക്കിയ വ്യവസ്ഥ. തുടർന്ന് വിജയ് മദൻലാൽ ചൗധരി കേസിലെ വിധി വിശാല ബെഞ്ചിന് വിടണമെന്ന നിർദ്ദേശം കോടതി അംഗീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് 3 അംഗ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടുള്ള ഇന്നത്തെ നടപടി. K. കവിതയുടെ ഹർജി ഇന്ന് പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് SK കൗൾ 3 അംഗ ബെഞ്ച് രൂപീകരിച്ച കാര്യം വ്യക്തമാക്കിയത്. ഒക്ടോബർ 18 പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതി വാദം കേട്ടു തുടങ്ങും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. വ്യാപാരിയുടെ ആത്മഹത്യയിൽ അന്വേഷണം. കർണാടക ബാങ്കിന്റെ ഭീഷണിയെ തുടർന്ന് കോട്ടയത്ത് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ പോലീസ് മേധാവി. കർണാടക ബാങ്കിലെ മാനേജറുടെയും ജീവനക്കാരുടെയും നിരന്തര ഭീഷണിയാണ് ബിനുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് കുടുംബം ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് 2 മണിക്കൂറോളം മൃതദേഹവുമായി നാട്ടുകാർ കർണാടക ബാങ്കിന്റെ ബ്രാഞ്ചിന് മുന്നിൽ പ്രതിഷേധിച്ചു. കർണാടക ബാങ്കിന്റെ കോട്ടയം ശാഖയിൽ നിന്നും 5 ലക്ഷം രൂപയായിരുന്നു ബിനു വായ്പയെടുത്തത്. 2 മാസത്തെ തിരിച്ചടവ് കുടിശ്ശികയായതോടെയാണ് ബാങ്ക് ജീവനക്കാർ ബിനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ബിനുവിന്റെ സ്ഥാപനത്തിലെ മേശവലിപ്പിൽ നിന്നും പണം എടുത്തുകൊണ്ടുപോയി. ബാങ്കിന്റെ നിരന്തരമുള്ള വായ്പാ പീഡനത്തെ തുടർന്നാണ് ബിനു ആത്മഹത്യ ചെയ്തതെന്ന് മകൾ നന്ദന പറയുന്നു. 2 മാസം അടയ്ക്കാനുള്ള പൈസ ഫുള്ളും ഞങ്ങൾ അടച്ചു തീർത്തെല്ലാം തീർത്ത സംഭവമാണ്. എന്നിട്ട് വീണ്ടും അയാൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അടയ്ക്കാതിരുന്നിട്ടില്ല. ആ കൂടെ 2 മാസത്തെ ഒരു കുടിശ്ശിക വന്നിട്ടുള്ളൂ. അത് അടയ്ക്കാത്തതിനാണ് ഇയാൾ മാക്സിമം ഞങ്ങളെ എങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് DYFI കർണാടക ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് അക്രമാസക്തമായി. DYFI പ്രതിഷേധത്തിനിടെ ബിനുവിന്റെ മൃതദേഹവുമായി കുടുംബാംഗങ്ങൾ ബാങ്കിന് മുന്നിലെത്തി. ബാങ്ക് മാനേജർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട 2 മണിക്കൂറോളം മൃതദേഹവുമായി പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും പ്രതിഷേധങ്ങളുടെ ഭാഗമായി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. നിലവിൽ 174 CRPC പ്രകാരം കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കേസ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ കുറേ പരാതികൾ ഉന്നയിച്ചിരുന്നത് അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പരാതികളെല്ലാം ചേർത്തിട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം തീർച്ചയായിട്ടും എടുക്കും. ബിനുവിന്റെ സംസ്കാരം കോട്ടയം മുട്ടമ്പലം പൊതുശ്മശാനത്തിൽ നടന്നു. 24 കോട്ടയം. കൊല്ലം കടക്കലിൽ നിരോധിത സംഘടനയുടെ പേര് ചാപ്പകുത്തി എന്ന വ്യാജ പരാതി നൽകിയ സൈനികനും സുഹൃത്തും അറസ്റ്റിൽ. സുഹൃത്തിന്റെ മൊഴിയിലാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. ഒട്ടേറെ ലക്ഷങ്ങളോടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സംഭവമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് അറസ്റ്റ്. വാർത്തയിലേക്ക് എത്താം. UN പൊതുസഭയിൽ കാനഡയ്ക്ക് ഇന്ത്യ ഉടൻ മറുപടി നൽകും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങൾക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് മറുപടി നൽകുക. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നീക്കം. നിജ്ജറുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് ബന്ധമുണ്ടെന്ന കാനഡയുടെ ആരോപണത്തെ തുടർന്ന് ഖലിസ്ഥാൻ വിഘടനവാദികൾക്കിടെ ഇന്ത്യക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാനഡയുമായുള്ള നയതന്ത്ര തർക്കത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി ശ്രീലങ്ക. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കളവ് പറയുകയാണെന്ന് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അലി സാബ്രി ആരോപിച്ചു. നിജ്ജറിന്റെ കൊലപാതകത്തിൽ കാനഡയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരായ കാനഡയുടെ ആരോപണങ്ങൾ തെളിവില്ലാതെയാണെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കളവ് പറയുകയാണെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അലി സാബ്രി പ്രതികരിച്ചു. നേരത്തെ ശ്രീലങ്കയ്ക്കെതിരെ വംശഹത്യ ആരോപണം ഉയർന്നിരുന്നുവെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിജ്ജറിന്റെ കൊലപാതകത്തിൽ G20 വേദിയിൽ വെച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി മോദിയെ ആശങ്ക അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. 5 ഐസ് കൂട്ടായ്മയിലെ US, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യത്തലവന്മാർ
G20 വേദിയിൽ ആശങ്ക അറിയിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ കാനഡയുടെ രഹസ്യാന്വേഷണ വിവരങ്ങളിലെ പരാമർശങ്ങൾ തെളിവുകൾ ഇല്ലാതെയെന്നും ലഭ്യമായ തെളിവുകൾ കാനഡയ്ക്ക് എതിരെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഭീകരവാദിയായി പ്രഖ്യാപിച്ച നിജറിനും സംഘത്തിനും കാനഡ നൽകിയത് അന്താരാഷ്ട്ര ധാരണകൾക്ക് വിരുദ്ധമായ സഹായമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കാനഡയിലെ ഖാലിസ്ഥാൻ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കാൻ ആരംഭിച്ചു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങളും ISI ബന്ധവുമാണ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കുന്നത്. 24 ഡൽഹി. കൊല്ലം കടയ്ക്കലിൽ നിരോധിത സംഘടനയുടെ പേര് ചാപ്പകുത്തിയെന്ന വ്യാജ പരാതി നൽകിയ സൈനികനും സുഹൃത്തും അറസ്റ്റിൽ. സുഹൃത്തിന്റെ മൊഴിയിലാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. ഒട്ടേറെ ലക്ഷ്യങ്ങളോടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സംഭവം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. ഒട്ടേറെ ലക്ഷ്യങ്ങളോടെയാണ് സൈനികൻ ഇത്തരമൊരു നാടകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നാണ് പോലീസ് പറയുന്നത്. സൈനിക വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായുള്ള പ്രശ്നം ജോലി പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്കയാണ് ഷൈൻകുമാറിനെ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നിരോധിത സംഘടനാ പ്രവർത്തകർ ചാപ്പകുത്തിയെന്ന് വരുത്തി തീർത്ത ദേശീയ ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമം, അതിലൂടെ മെച്ചപ്പെട്ട ജോലി നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിന് സുഹൃത്ത് ജോഷിയുമായി സംഭവം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഈ വർഗീയ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനും അതുപോലെ തന്നെ വ്യാജ തെളിവുകൾ നൽകിയതിനും വ്യാജ മൊഴി നൽകിയതിനും ഗൂഢാലോചന നടത്തിയതിനുമാണ് തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികളടക്കം നടത്തിയ ഊർജിത അന്വേഷണത്തിനൊടുവിലാണ് പരാതി വ്യാജമെന്ന് തെളിഞ്ഞത്. പിന്നാലെ ജോഷിയുടെ നിർണായക മൊഴി. ഞാൻ കേട്ടത് DFI എന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ DFI എന്ന് എഴുതി. അത് കഴിഞ്ഞിടത്ത് ചോദിച്ചു ഇതാണ് DFI, D അല്ല P എഴുതാൻ പറഞ്ഞു. ഞാൻ രണ്ടാമത് P എഴുതി. ജോലിപരമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കുമെന്ന് പറഞ്ഞായിരിക്കാം. ഒന്നും പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ഇതോടെ സംഭവത്തിലെ ദുരൂഹത നീങ്ങി. മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം ചോദ്യം ചെയ്ത് മടങ്ങിയതിന് പിന്നാലെ സൈനികന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കലാപശ്രമം, ഗൂഢാലോചന, വ്യാജമൊഴി നൽകൽ, പോലീസ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. 24 കൊല്ലം. ലജ്ജിക്കുക കേരളമേ. പാലക്കാട് ഷോളയൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ആദിവാസി വിദ്യാർത്ഥികളെ പൊതുമധ്യത്തിൽ അപമാനിച്ചെന്ന് പരാതി. മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് വസ്ത്രം അഴിപ്പിച്ചുവെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ 4 ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. ത്വഗ്രോഗം പകരാതിരിക്കാൻ മുൻകരുതലെടുത്തതാണെന്നും വിദ്യാർത്ഥികളെ പരസ്യമായി അപമാനിച്ചിട്ടില്ലെന്നുമാണ് ജീവനക്കാരുടെ വിചിത്രവാദം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം. ഹോസ്റ്റലിലെ 8 വിദ്യാർത്ഥിനികളെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് വസ്ത്രം അഴിപ്പിച്ചെന്നാണ് പരാതി. ത്വക്ക് രോഗങ്ങൾ പടരുന്നതിനാൽ കുട്ടികൾ തമ്മിൽ വസ്ത്രങ്ങൾ മാറിയിടരുതെന്ന് ഹോസ്റ്റൽ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കുട്ടികൾ നിർദ്ദേശം ലംഘിച്ച് വസ്ത്രം മാറിയിടുന്നത് തുടർന്നതോടെ പരസ്യമായി വസ്ത്രം അഴിപ്പിച്ചെന്നാണ് പരാതി. കുട്ടികളുടെ പരാതിയിൽ ഹോസ്റ്റലിലെ 4 ജീവനക്കാർക്കെതിരെ ഷോളയൂർ പോലീസ് കേസെടുത്തു. കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിച്ചതിനും SC/ST നിയമപ്രകാരവുമാണ് കേസെടുത്തത്. ഹോസ്റ്റലിലെ ജീവനക്കാരായ കസ്തൂരി, ആതിര, സുജ, കൗസല്യ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സംഭവത്തെ അപലപിച്ച് ആദിവാസി സംഘടനാ നേതാക്കളും സ്ഥലം MLAയും അടക്കം രംഗത്തെത്തി. ഇവരുടെ ആദ്യം അഴിക്കേണ്ടത് ആരാണോ അവിടെ അഴിക്കാൻ തീരുമാനാക്കിയത് അവരുടെ അഴിക്കണം. തോന്നിയാസപരമായിട്ടുള്ള നിലപാടാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ശരിക്കും നടത്തണം. അതേസമയം സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 പാലക്കാട്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ 2024 ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും. ജനുവരി 14 മുതൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും. 24 മുതൽ ദർശനത്തിനായി തുറന്നു കൊടുക്കാനാണ് തീരുമാനം. 136 സനാതന പാരമ്പര്യങ്ങളിൽ നിന്നുള്ള 25,000 ഹിന്ദുമത നേതാക്കളെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ട്രസ്റ്റ് അറിയിച്ചു. 1-ാം നിലയിലെ തൂണുകളുടെ നിർമ്മാണം 50% പൂർത്തിയായി. ഡിസംബറിൽ തന്നെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2020 മാർച്ചിലാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മിച്ചഭൂമി കേസിൽ നിലമ്പൂർ MLA PV അൻവറിന് തിരിച്ചടി. നിയമം ലംഘിച്ച് കൈവശം വെച്ചിരിക്കുന്ന 6.25 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു. നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. 3 വർഷമായി തുടരുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡിന്റെ നിർണായക ഉത്തരവ്.
ഭൂപരിധി ലംഘിച്ച് പാലക്കാടും കോഴിക്കോടുമായി PV അൻവർ MLA കൈവശം വെച്ചിരിക്കുന്ന 6.25 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് ഉത്തരവ്. 2020 പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് 2 തവണ താമരശ്ശേരി ലാൻഡ് ബോർഡിനോട് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നടപടികൾ വൈകിയതോടെയാണ് കഴിഞ്ഞ ദിവസം അടിയന്തര നടപടി സ്വീകരിക്കാനും PV അൻവറിന് ഉൾപ്പെടെ നോട്ടീസ് അയക്കാനും ഹൈക്കോടതി വീണ്ടും നിർദ്ദേശം നൽകിയത്. തുടർന്ന് നടത്തിയ കണക്കെടുപ്പിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. എന്നാൽ PV അൻവർ 16 ഏക്കറോളം ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് പരാതിക്കാരനായ വിവരാവകാശ കൂട്ടായ്മ നേതാവ് ഷാജി പറയുന്നത്. കേസ് പരിഗണിക്കുന്ന അടുത്ത മാസം 18-ന് ഇത് സംബന്ധിച്ച രേഖകൾ കൈമാറാനാണ് പരാതിക്കാരന്റെ തീരുമാനം. കേസുമായി ബന്ധപ്പെട്ട് നൽകിയ നോട്ടീസിന് PV അൻവർ MLA ഇതുവരെ മറുപടിയും നൽകിയിട്ടില്ല. 24 കോഴിക്കോട്. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ കർഷക കന്നഡ സംഘടനകൾ ബംഗളൂരുവിലും മൈസൂരു മേഖലയിലും ആഹ്വാനം ചെയ്ത ബന്ദ് ഭാഗികം. ബംഗളൂരുവിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും ജനജീവിതം സാധാരണ നിലയിലായിരുന്നു. ബംഗളൂരു ഫ്രീഡം ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രതിഷേധത്തിനിടെ 2 കർഷകർ ആത്മഹത്യാശ്രമം നടത്തി. തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. ബംഗളൂരുവിന് പുറമെ മൈസൂർ, രാമനഗര, മാണ്ഡ്യ എന്നിവിടങ്ങളിലാണ് ബന്ദിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധത്തിന് അയവ് വന്നു. കാവേരി നദീതട മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ കാണാതെ ഇന്ത്യ സഖ്യത്തെ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് സർക്കാരെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. തമിഴ്നാട് ആവശ്യപ്പെട്ടത് 12,500 ക്യൂസെക്സ് വെള്ളമാണെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ച 5000 ക്യൂസെക്സ് ജലം പോലും നൽകാൻ പറ്റാത്ത ಅವಸ್ಥೆയിലാണ് ಕರ್ನಾಟಕയുള്ളതെന്നും ഉപമുഖ്യമന്ത്രി DK ಶಿವಕುಮಾರ್ വ്യക്തമാക്കി. ನೋಡಿಯಪ್ಪ ಎಷ್ಟು ನೀರು ಬರ್ತಾ ಇದೆ ಅಂತಂದ್ರೆ ನಾನು ಮುಚ್ಚಾಗಕ್ಕಾಗಲ್ಲ, ನೀನು ಮುಚ್ಚಾಗಲ್ಲ, ಅದೆಲ್ಲ ಡಾಕ್ಯುಮೆಂಟೇಷನ್ ಇದೆ. ബന്ദിനെതിരെ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ബംഗളൂരുവിൽ ഫ്രീഡം പാർക്ക്, ടൗൺ ഹാൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് കർഷകർ സംഘമായി എത്തി പ്രതിഷേധിച്ചു. ആത്മഹത്യാശ്രമത്തിന് പുറമെ പ്രതീകാത്മക മരണം അഭിനയിച്ചും മണ്ണ് തിന്നുമെല്ലാം കർഷകർ പ്രതിഷേധിച്ചു. നഗരപ്രദേശങ്ങളിൽ ബസ്, മെട്രോ, ടാക്സി എന്നിവ തടസ്സങ്ങളില്ലാതെ സർവീസ് നടത്തി. മൈസൂരു, മാണ്ഡ്യ, രാമനഗര തുടങ്ങിയിടങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഗതാഗത സംവിധാനം ഭാഗികമായി തടസ്സപ്പെട്ടു. 29-ന് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക ബന്ദിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. കർഷക സംഘടനകളും കർണാടക ജലസംരക്ഷണ സമിതിയും ആഹ്വാനം ചെയ്ത ബന്ദ് ഭാഗികമാണ് ബംഗളൂരുവിലും ഓൾഡ് മൈസൂർ മേഖലയിലും. എന്നാൽ ഈ സമരം ഒരു തുടക്കം മാത്രമാണെന്ന് കർഷകർ പറയുന്നു. വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും ഈ സമരം എന്നുള്ളതാണ് കർഷകർ പറഞ്ഞു വെക്കുന്നത്. ശ്രീകാന്ത് കോരിശപടത്തിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാവേരി നദീജല തർക്കത്തിന്. കർണാടകയും തമിഴ്നാടും വൈകാരികമായാണ് കാവേരിയിലെ ജലലഭ്യതയെ കാണുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് തർക്കം തുടങ്ങിയത്. കർണാടകയിലെ തലക്കാവേരിയിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കാരക്കലിനെ തൊട്ട് തഞ്ചാവൂരിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന കാവേരിയിലെ ജലത്തെച്ചൊല്ലിയാണ് കർണാടകയും തമിഴ്നാടും തമ്മിൽ തർക്കം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യയും മൈസൂർ രാജാവും തമ്മിലായിരുന്നു ആദ്യം തർക്കം. 1892 കരാറിനെ ചൊല്ലിയായിരുന്നു ഭിന്നത. അണക്കെട്ട് നിർമ്മിക്കാനുള്ള മൈസൂർ നീക്കത്തെ മദ്രാസ് എതിർത്തു. 1924 കരാർ അനുസരിച്ച് മൈസൂരിന് അണക്കെട്ടുണ്ടാക്കാനുള്ള തടസ്സം മാറി. മദ്രാസ് പ്രവിശ്യയിലെ മേട്ടൂർ അണക്കെട്ടിലേക്ക് ജലമെത്താൻ തടസ്സം പാടില്ലെന്നും കരാറിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. വ്യവസ്ഥകൾ ലംഘിച്ചതോടെ തർക്കം ട്രൈബ്യൂണലിന് വിടണമെന്ന് വാദിച്ചത് തമിഴ്നാടാണ്. 1974 തമിഴ്നാടിന്റെ അനുവാദമില്ലാതെ കർണാടക ജലസംഭരണികൾ നിർമ്മിച്ചത് വീണ്ടും സംഘർഷത്തിനിടയാക്കി. 1990 കേന്ദ്ര നിർദ്ദേശപ്രകാരം കാവേരി നദീജല തർക്ക ട്രൈബ്യൂണൽ നിലവിൽ വന്നു. തമിഴ്നാടിന് 204 TMC ജലം കൂടി അനുവദിച്ച് ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിട്ടു. പക്ഷേ തർക്കം പരിഹരിക്കപ്പെട്ടില്ല. കാവേരിയുടെ വൃഷ്ടിപ്രദേശം കേരളത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് കേരളവും പോണ്ടിച്ചേരിയിലൂടെ ഒഴുകുന്നതിനാൽ പോണ്ടിച്ചേരിയും തർക്കത്തിന്റെ ഭാഗമായി. 2007 ട്രൈബ്യൂണലിന്റെ അന്തിമ വിധി വന്നു. തമിഴ്നാടിന് 419 TMC വെള്ളം കൊടുക്കണമെന്നായിരുന്നു വിധി. എന്നാൽ തമിഴ്നാട് 562 TMC അടി ജലത്തിനായി ആവശ്യമുന്നയിച്ചിരുന്നു. പിന്നാലെ കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയും സുപ്രീംകോടതിയെ സമീപിച്ചു. ഇതിനിടെ തമിഴ്നാടിന് 15 ദിവസത്തേക്ക് 5000 ക്യൂസെക്സ് വീതം അധിക ജലം വിട്ടുനൽകണമെന്ന കാവേരി നദീജല അതോറിറ്റിയുടെ ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ഇതനുസരിച്ച് അധിക ജലം നൽകാൻ കർണാടക മന്ത്രിസഭ തീരുമാനിച്ചു.
ഇതിനെതിരെയാണ് കർണാടകയിലെ കർഷക സമരം. റിസർച്ച് ഡെസ്ക് 24. സംവിധായകൻ കെ ജി ജോർജിന് നാടിന്റെ യാത്രാമൊഴി. കൊച്ചിയിലെ രവിപുരം ശ്മശാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു കെ ജി ജോർജിന്റെ സംസ്കാരം. രാവിലെ 11 മുതൽ 3 മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് പേരെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. അതിനിടെ കെ ജി ജോർജിനെ ഉപേക്ഷിച്ചുവെന്ന വാർത്ത കുടുംബം നിഷേധിച്ചു. കെ ജി ജോർജിനെ നന്നായി നോക്കിയെന്നും കുടുംബ സുഹൃത്ത് റജി ഭാസ്കർ പറഞ്ഞു. മികച്ച ചികിത്സ കിട്ടാനാണ് കെ ജി ജോർജിനെ വയോജന കേന്ദ്രത്തിലാക്കിയത്. കുടുംബത്തിനു വേണ്ടി അവരുടെ ആവശ്യപ്രകാരമാണ് താൻ സംസാരിക്കുന്നതെന്ന് റജി ഭാസ്കർ പറഞ്ഞു. കെ ജി ജോർജ് സാറിനോട് പോലൊരാളെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ വേദനിക്കുന്നത് കുടുംബമാണ്. കാരണം കുടുംബം നോക്കിയില്ല എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. താരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ ബെസ്റ്റ് കാര്യം എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ചിന്തിക്കുക. അദ്ദേഹം എപ്പോഴും പറയുന്നത് വളരെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. പുള്ളിക്ക് എപ്പോഴും പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പുള്ളിയുടെ സ്വാതന്ത്ര്യം. പുള്ളി അന്ന് ആദ്യം ഇവര് രാവിലെ ബസ്സിൽ കയറി വൃദ്ധസദനം അല്ല കെയർ സെന്റർ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ് പിന്നെ പുള്ളി അവിടെ ഫുൾ ടൈം. ക്രിസ്ത്യാനിയായ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇവിടെ ശ്മശാനത്തിൽ അടക്കിയത്? അതും അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ഏഷ്യൻ ഗെയിംസിലെ അത്ലറ്റിക്സ് പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഇന്ത്യ ഇത്തവണ ഏറ്റവും കൂടുതൽ മെഡൽ പ്രതീക്ഷിക്കുന്നത് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിലാണ്. ഒളിമ്പിക്സ് ചാമ്പ്യൻ നീരജ് ചോപ്രയും മലയാളി താരം എം ശ്രീശങ്കറും ചൈനയിൽ സുവർണ പ്രതീക്ഷയുമായാണ് ഇറങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാഡ് അത്ലറ്റിക്സിലെ സുവർണ നേട്ടങ്ങളുടെ കഥ പറയുവാൻ ഇന്ത്യക്ക് സാക്ഷാൽ PT ഉഷയടക്കം കുറച്ച് താരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഉറച്ച മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ ചൈനയിലെ ഹാങ്ഷുവിലെത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘമായിട്ടാണ്. 68 അംഗ അത്ലറ്റിക്സ് സംഘത്തിൽ ഇന്ത്യൻ ഇതിഹാസം നീരജ് ചോപ്രയെ കൂടാതെ ചെറുതും വലുതുമായ വിസ്മയങ്ങൾ അനവധിയുണ്ട്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ പ്രതീക്ഷ വാനോളമാണ്. അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ഒളിമ്പിക് വ്യക്തിഗത സ്വർണമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച നീരജ് ചോപ്രയ്ക്കൊപ്പം കിഷോർ കുമാർ ചെന്നൈയും കളത്തിലിറങ്ങും. ഒളിമ്പിക്സിന് പുറമെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണവേട്ടയും ചോപ്രയ്ക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഏഷ്യൻ റെക്കോർഡിനുടമയായ തേജേന്ദ്രൻ സിംഗ് തൂർ ഷോട്ട് പുട്ടിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ലോക ചാമ്പ്യൻഷിപ്പിലെ നിറം മങ്ങിയ പ്രകടനത്തിൽ നിന്നും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ലോങ് ജംപ് താരങ്ങളായ എം ശ്രീശങ്കറും ജസ്വിൻ ആൽഡ്രിനും. പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ശ്രീശങ്കറിൽ നിന്ന് മെഡലിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. സീസണിലെ ഏറ്റവും മികച്ച പ്രകടനവുമായി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയാണ് ട്രിപ്പിൾ ജംപ് താരം അബ്ദുള്ള അബൂബക്കറിന്റെ വരവ്. ബുഡാപെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിലെ ചരിത്ര ഫൈനൽ പ്രവേശനത്തിന്റെ ആവേശത്തിലെത്തുന്ന ഇന്ത്യൻ 4x400 മീറ്റർ റിലേ സംഘം മെഡൽ കൊയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യൻ ക്യാമ്പ്. മെഡൽ സ്വപ്നങ്ങളുമായി ട്രാക്കിലിറങ്ങുന്ന ടീമിന്റെ കരുത്ത് മലയാളി താരങ്ങളാണ്. മുഹമ്മദ് അനസ് യഹിയ, അമോദ് ജേക്കബ്, മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ് എന്നീ താരങ്ങൾ ഏഷ്യൻ റെക്കോർഡ് തിരുത്തിയാണ് ചൈനയിൽ എത്തിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2023 മെഡൽ ഷെൽഫിലേക്ക് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ മെഡൽ കൊണ്ടുവരുവാനുള്ള സാധ്യത ഏറെയാണ്. പാറോക് ചൗധരി, അവിനാഷ് സാബ്രെ എന്നിവരുടെ മികവാർന്ന പ്രകടനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ടീം അംഗങ്ങളും ആരാധകരും. 8 തവണ സ്വന്തം ദേശീയ റെക്കോർഡ് തകർത്ത സാബ്രെ കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ നേട്ടം ആവർത്തിക്കാനാകും ശ്രമിക്കുക. പുതിയ ദൂരം, പുതിയ വേഗം, പുതിയ ഉയരം. ഇന്ത്യയും പ്രതീക്ഷയിലാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘം മെഡലുകൾ വാരിക്കൂട്ടുമെന്ന പ്രതീക്ഷയിൽ. സ്പോർട്സ് ടീം 24. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കൊയ്ത്ത് തുടർന്ന് ചൈന 50 സ്വർണ്ണമടക്കം 89 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ ചൈനയാണ് ഒന്നാമത്. 13 സ്വർണവുമായി കൊറിയ രണ്ടാം സ്ഥാനത്തുണ്ട്. 3 സ്വർണവും 4 വെള്ളിയും 8 വെങ്കലവും അടക്കം 15 മെഡലുകളുമായി ഇന്ത്യ ആറാമതാണ്. 3 സ്വർണ്ണ മെഡലുമായി ഇന്തോനേഷ്യയാണ് ഇന്ത്യയുടെ തൊട്ടുപിന്നിൽ. മണിപ്പൂർ കലാപത്തിനിടെ കാണാതായ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. കുട്ടികൾക്കായുള്ള CBI അന്വേഷണം തുടരുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ട ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇംഫാലിൽ മെയ്തേ സംഘടനകൾ തെരുവിലിറങ്ങി. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സ്കൂളുകൾക്ക് ഈ മാസം 29 വരെ അവധിയാണ്. മാസങ്ങളായി തുടരുന്ന ഇന്റർനെറ്റ് നിരോധനം കഴിഞ്ഞ ദിവസം പിൻവലിച്ചതിന് പിന്നാലെയാണ് കലാപത്തിനിടെ ഉണ്ടായ സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവരുന്നത്. 17ഉം 20ഉം വയസ്സുള്ള കുട്ടികളുടെ മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇരുവരും കാട്ടിൽ ആയുധധാരികളായ സംഘത്തിനൊപ്പം ഇരിക്കുന്ന ചിത്രവും പുറത്തുവന്നു. കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ കാണാതായ സംഭവത്തിൽ CBI അന്വേഷണം തുടരുകയായിരുന്നു.
ചിത്രം പ്രചരിച്ചതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി. പുറത്തുവന്ന ചിത്രങ്ങളുടെ ഫോറൻസിക് പരിശോധന തുടരുകയാണ്. അതിനിടെ കുട്ടികളുടെ കൊലപാതകത്തിൽ മെയ്തേ സംഘടനകൾ ഇംഫാലിൽ വൻ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. സ്ത്രീകളും യുവജന സംഘടനകളും നടത്തിയ പ്രതിഷേധത്തിനെതിരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് മെയ്തേ കുക്കി അതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. 24 ഡൽഹി. ചലച്ചിത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് പ്രശസ്ത നടി വഹീദ റഹ്മാൻ അർഹയായി. കേന്ദ്ര സാംസ്കാരിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ പ്രതിഭ തെളിയിച്ച വഹീദ റഹ്മാനെ നേരത്തെ പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. UN പൊതുസഭയിൽ ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കുന്നു. Mr. President, the world is witnessing an exceptional period of turmoil. As it is, structural inequities and uneven development have imposed burdens on the global south. But stresses have been aggravated by the impact of the COVID-19 pandemic and the repercussions of ongoing conflicts, tensions, and disputes. As a result, socio-economic gains of recent years have been rolled back. Resources for sustainable development are severely challenged, and many countries really struggle to make ends meet. Navigating the future appears even more daunting today. At this juncture, it was with a sense of exceptional responsibility that India took up the presidency of the G20. Our vision of one Earth, one family, one future sought to focus on the key concerns of the many, not just the narrow interests of a few. In the words of Prime Minister Narendra Modi, it was to bridge divides, dismantle barriers, and sow seeds of collaboration that nourish a world where unity prevails over discord and where shared destiny eclipses isolation. The New Delhi G20 Leaders' Declaration articulates our collective ability to do so. Excellencies, friends, at a time when East-West polarization is so sharp and the North-South divide so deep, the New Delhi Summit also affirms that diplomacy and dialogue are the only effective solutions. The international order is diverse, and we must cater for divergences, if not differences. The days when a few nations set the agenda and expected others to fall in line are over. As the United Nations itself symbolizes, finding common ground is an imperative. To listen to others and to respect their viewpoints, this is not weakness, it is the basics of cooperation. Only then can collective efforts on global issues be successful. Recognizing that growth and development must focus on the most vulnerable, we began the G20 presidency by convening the Voice of the Global South Summit. This enabled us to hear directly from 125 nations and place their concerns on the G20 agenda. As a consequence, issues which deserve global attention got a fair hearing. More than that, the deliberations produce outcomes that have great significance for the international community. Mr. President, it was also noteworthy that at India's initiative, the African Union was admitted as a permanent member of the G20. By doing so, we gave voice to an entire continent which has long been its due. This significant step in reform should inspire the United Nations, a much older organization, to also make the Security Council contemporary.
Broad representation is, after all, a prerequisite for both effectiveness and credibility. The outcomes of the New Delhi G20 summit will surely resonate for years ahead. Among them is an action plan for sustainable development goals, a crucial need of the day. Equally important are the high principles of lifestyle for environment, and the Green Development Pact as they shape our approach to our planet's future. The transformative role of digital public infrastructure has also finally been recognized as the salience of women-led development in building an inclusive and progressive society. The reform of international financial institutions has been given due weight, as has the resolution of debt vulnerabilities. Friends, the New Delhi G20 outcomes are expressed both as larger policies and as specific initiatives. They could be about building cities for tomorrow, or fighting corruption, eliminating hunger, or delivering quality education, ending plastic pollution, or preserving the ocean-based economy, or for that matter, enhancing food security, or even mapping global skills. Some address long-standing issues like gender divide and climate action. Others focus on new concerns such as responsible harnessing of artificial intelligence. All in all, we have placed for the world's consideration a set of actionable propositions, constructive solutions, and new directions. Even as we encourage collective endeavors, India also seeks to promote cooperation with diverse partners. From the era of non-alignment, we have now evolved to that of Vishwamitra, a friend to the world. This is reflected in our ability and willingness to engage with a broad range of nations and, where necessary, harmonize interests. It is visible in the rapid growth of the Quad, a mechanism today so relevant to the Indo-Pacific. It is equally apparent in the expansion of the BRICS grouping of independent-minded nations, or in fact, the emergence of the I2U2 combination. Recently, we hosted the creation of the India-Middle East-Europe Economic Corridor, IMEC. The forging of the Global Biofuels Alliance was another notable development. This willingness to work in an open-minded manner on specific domains is now a defining characteristic of the emerging multipolar order. Mr. President, all nations pursue their national interests. We, in India, have never seen that as being in contradiction with global good. When we aspire to be a leading power, this is not for self-aggrandizement, but to take on greater responsibility and make more contributions. The goals we have set for ourselves will make us different from all those whose rise preceded ours. India demonstrated this during the COVID through the Vaccine Maitri initiative. Our endeavors, like the International Solar Alliance and the Coalition for Disaster Resilient Infrastructure, have gathered wide support. Our espousing of the International Year of Millets is enhancing global food security today. We have built development partnerships with 78 nations across geographies. And we have also been first responder in disaster emergency situations. The people of Turkey saw that in February, as did those in Syria. Our commitment is understandably even greater
closer home. When Sri Lanka experienced a severe economic crisis, it was India that first stepped forward. But even in distant regions, partners such as the Pacific Islands have appreciated our contributions to meet their needs in health, in technology, and in climate action. Mr. President, the most populous nation and the fifth largest economy in the world knows that its progress makes a real difference to the world. Especially so when so many nations identify with us for reasons of history, of geography, and of culture. They follow our experiences closely and evaluate our solutions for their larger relevance. Last week, the United Nations assessed progress towards achieving SDGs. The mood here reflected the struggle to overcome challenges, especially those of resource paucity. It is therefore vital at this midway that we expand our capacities and regain our confidence. As the largest contributor to meeting SDG targets, India's achievements should give heart to others on this journey. After all, the Global Multidimensional Poverty Index records that we have halved the global MPI value in the last 15 years, lifting 415 million people out of poverty. That progress has now moved on to a higher level with ambitious socio-economic initiatives covering financial inclusion, food and nutrition, health and water supply, as well as energy and housing. We are seeking to demonstrate that social welfare need not be the sole prerogative of the developed world. Excellencies, programs underway in India highlight the transformational role of digital delivery of public goods. It has facilitated scaling up, it has enhanced efficiency, and it has combated corruption. The national objective of leaving no one behind is forging ahead in so many dimensions. Moreover, the democratization of technology has opened mindsets, instilled confidence, and inspired innovations. Excellencies, in our deliberations, we often advocate the promotion of a rules-based order. From time to time, respect for the UN Charter is also invoked. But for all the talk, it is still a few nations who shape the agenda and seek to define the norms. This cannot go on indefinitely. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കുന്ന യുഎൻ പൊതുസഭയിൽ. പാലക്കാട് കരിങ്കരപ്പള്ളിയിൽ 2 മൃതദേഹം കണ്ടെത്തി. കൊടുമ്പ് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് സമീപമാണ് യുവാക്കളുടെ മൃതദേഹം കണ്ടത്. ആരുടേതാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്? പാലക്കാട് കരിങ്കരപ്പുള്ളിയിലാണ് 2 മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൊടുമ്പ് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് സമീപമാണ് ഇത്. യുവാക്കളുടെ മൃതദേഹം എന്നാണ് കരുതുന്നത്. പക്ഷേ ആരുടേതെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്, നാട്ടുകാരും അവിടെ ഉണ്ട്, പരിശോധന നടക്കുകയാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? നിഖിൽ, ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കൊടുമ്പ് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് സമീപത്തെ ഒരു പാടത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇത് പ്രാഥമികമായ 2 യുവാക്കളുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരുടേതാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മലമ്പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായ യുവാക്കളുടേതാണ് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ വിലയിരുത്തൽ. പാലക്കാട് സൗത്ത് പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. കോട്ടേക്കാട് സ്വദേശികളായിട്ടുള്ള 2 പേരാണ് എന്നുള്ളതാണ്
മനസ്സിലാക്കുന്നത് ഷിജിത്ത് സതീഷ് ഇവരുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ രണ്ടുപേരാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഇവിടെ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ കൊലപ്പെടുത്തിയ സംഘമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ശരി, പാലക്കാട് കരിങ്കരപ്പുള്ളിയിൽ 2 മൃതദേഹം കണ്ടെത്തി. കുടുംബ സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് സമീപമാണ് യുവാക്കളുടേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കുന്നു. പോലീസ് സംഘം അടക്കം അവിടെയുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വിഷയത്തിൽ അതൃപ്തി വ്യക്തമാക്കി വീണ്ടും സുപ്രീംകോടതി. നിയമനം വൈകിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തിലാണ് സുപ്രീംകോടതി ആക്ഷേപം ഉന്നയിച്ചത്. സംഘർഷബാധിതമായ മണിപ്പൂർ ഹൈക്കോടതിയിലെ നിയമനങ്ങൾ അടക്കം വൈകുകയാണെന്ന് സുപ്രീംകോടതി വാക്കാൽ പരാമർശിച്ചു. അർജുൻ രാം മേഘ്വാൾ നിയമമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് സുപ്രീം കോടതി ജഡ്ജി നിയമന വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. നടപടിക്രമത്തിലെ കാലതാമസത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരുപാട് പറയാനുണ്ടെന്നറിയിച്ചു. ഉചിത താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രതികരിക്കുന്നില്ലെന്നും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കോൾ വ്യക്തമാക്കി. 80ഓളം ശുപാർശകളിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയാണ് സുപ്രീം കോടതിക്കുള്ളത്. 80 ശുപാർശകൾ 10 മാസമായി തീർപ്പ് കൽപ്പിക്കപ്പെടാതെ കിടക്കുകയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 26 ജഡ്ജിമാരുടെ സ്ഥലമാറ്റവും സെൻസിറ്റീവ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതും ഇതുവരെ നടന്നിട്ടില്ല. മണിപ്പൂർ ഹൈക്കോടതിയിലെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നയം അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ വിഷയത്തിൽ സർക്കാർ നിലപാടറിയിക്കാമെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. ഒരാഴ്ചയല്ല 2 ആഴ്ച സമയം നൽകാൻ തയ്യാറാണെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. കേസ് ഒക്ടോബർ 9 വീണ്ടും പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. ഇനി കാണാം ഈ ലോകം. ലിബിയയിലെ ഡാം ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ലിബിയൻ ദുരന്തം ലോകമെമ്പാടുമുള്ള മറ്റണക്കെട്ടുകൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാകുമ്പോൾ സോഷ്യൽ മീഡിയ ലോകത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കാണാം ഈ ലോകം. ലിബിയയിലെ ഡാം തകർന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടും അപകട നിലയിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുല്ലപ്പെരിയാർ ആണെന്ന് നദികളുടെ നിലനിൽപ്പും നദീതട സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്റർനാഷണൽ റിവേഴ്സ് ആണ് പഠനം നടത്തിയത്. ഈ പഠനം ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആശങ്കയുളവാക്കുന്ന വസ്തുതകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിന്മേൽ പേരെടുത്തു പറഞ്ഞ് അപകട സാധ്യത സൂചിപ്പിച്ച ഏക അണക്കെട്ട് മുല്ലപ്പെരിയാർ ആണ്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയ ലോകത്ത് വീണ്ടും തലയുയർത്തിയിട്ടുണ്ട്. ഡാം തകരാൻ കാത്തു നിൽക്കാതെ പുതുക്കി പണിയാൻ തുടങ്ങും സർക്കാർ എന്നാണ് ഭൂരിഭാഗം ആളുകൾക്കും പറയാനുള്ളത്. ഡാം തകരുന്നതുവരെ നമ്മുടെ രാഷ്ട്രീയക്കാരെ ഇത് തള്ളിക്കൊണ്ടു പോവുക എന്നാണ് മറ്റൊരു കമന്റ്. പോവുകയാണെങ്കിൽ ആകെ 35 ലക്ഷം പേരല്ലേ ഒലിച്ചു പോകൂ എന്നും ഡാമിന്റെ ഉറപ്പിനെ പറ്റി ഉറപ്പു തന്ന ടെക്നിക്കൽ കമ്മിറ്റി ആ ഉറപ്പിന്മേൽ വിധി പ്രസ്താവിച്ച സുപ്രീം കോടതി ജഡ്ജി ഇവരെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളുമെന്ന് ഗീവർഗീസ് എന്നയാൾക്ക് പറയാനുള്ളത്. ലിബിയയിലെ ഡാം ദുരന്തം വന്നതിന് പിന്നാലെ തന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ചിലർ പങ്കുവച്ചിരുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മുല്ലപ്പെരിയാറിനെ ചൂണ്ടിക്കാട്ടി ലിബിയയിലെ അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്നായിരുന്നു മുഹമ്മദ് ഷബീറിന്റെ പോസ്റ്റ്. ഈ മുന്നറിയിപ്പുകളൊന്നും ആരും ഗവനിക്കുന്നില്ലെന്നും ഇതൊക്കെ ആരെ കാണിക്കാനാണെന്നും ഹരികുമാർ എന്നയാളും ചോദിക്കുന്നു. ഏകദേശം 11,300 ആളുകൾ മരണപ്പെടുകയും 10,000-ലേറെ പേരെ കാണാതാവുകയും ചെയ്ത ദുരന്തമാണ് ലിബിയയിലേത്. രാജ്യത്തെ വാദി ഡെർണ അണക്കെട്ടുകളിൽ 1970 നിർമ്മിച്ചവയാണ്. ലോകത്തിലെ പല അണക്കെട്ടുകളെയും പോലെ ലിബിയയിലേതും ആയുസ് അവസാനിച്ച ഘട്ടത്തിലാണ് തകർന്നടിഞ്ഞ് കൊടിയ ദുരന്തമായി മാറിയത്. അരുണ്യ CG 24news.com. ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി പൊതുജനം കഴുതയിലെ ശ്രദ്ധ പരിപാടി കാണാം. SK നെറ്റും. നമസ്കാരം.